2025 JEE മെയിൻ സെഷൻ 2 ബി പ്ലാനിംഗ് എക്സാം എഴുതിയ നമ്മുടെ കുട്ടികൾ എക്സാം കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ എക്സാം എഴുതിയ കുട്ടികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. മോനെടാ പേര് പറഞ്ഞടാ. ഐമൻ. സ്ഥലം എവിടെയാ? കണ്ണൂർ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ല എക്സാം ആയിരുന്നു. മാത്സ് ഒക്കെ JEE മെയിൻസിന്റെ ലെവൽ തന്നെ. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് ലോജിക്കലി ചെയ്യാൻ പറ്റുമായിരുന്നു. ഡ്രോയിങ് ആവറേജ് പറ്റി, ഏകദേശം എഴുതിയിട്ടുണ്ട്. ഡ്രോയിങ് ഏതൊക്കെയാ വന്നത്? ഒരു ഇന്ത്യൻ ഗേറ്റിന്റെ ഒരു കോപ്പി ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു സ്കെച്ച്, ഒരു ഡിസ്ക്രിപ്ഷൻ അതിന്റെ അത് വരക്കാൻ പറഞ്ഞു. രണ്ടും ചെയ്തു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഒരു ആവറേജ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പേരെങ്ങനെയാടാ? നീലജ്. സ്ഥലം എവിടെയാ? കൊല്ലം. എങ്ങനെയുണ്ടായത് എക്സാം? കുഴപ്പമില്ലായിരുന്നു. മാത്സ് കഴിഞ്ഞിട്ടത്തെക്കാട്ടും കുറച്ചുകൂടെ നല്ലോണം ചെയ്യാൻ പറ്റി. കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ പാടായിരുന്നു. ഈ വട്ടം JEE മെയിൻ ലെവലായിരുന്നു, എന്നാലും കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊക്കെ നടന്ന JEE മെയിന്റെ അതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, 2-3 എണ്ണം ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു ലെവല്. പക്ഷെ എന്നാലും ചിലതൊക്കെ എളുപ്പം. ടൈം ഒക്കെ തികഞ്ഞായിരുന്നോ? ഡ്രോയിങ്ങിന് സമയം തികഞ്ഞില്ല. കഴിഞ്ഞ വട്ടം കുറച്ചുകൂടെ എളുപ്പമായിട്ടാണ് ചോദിച്ചത്. ഈ വട്ടം ഇന്ത്യ ഗേറ്റ് ആ ഒരു പെർസ്പെക്റ്റീവിലെ വ്യൂ ഭയങ്കര പാടായിരുന്നു. പിന്നെ വേറെ ഒരു ഡ്രോയിങ് പിക്ചറൈസ് ചെയ്യാൻ ചോദിച്ചതും ഇച്ചിരി പാടായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ ടൈം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? വ്യൂ വരയ്ക്ക്. പിന്നെ പേരെങ്ങനെയാടാ? വിനായക്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം നല്ലായിരുന്നു. എനിക്ക് ഡ്രോയിങ്ങും ആപ്റ്റിറ്റ്യൂഡും അത്യാവശ്യം എളുപ്പമായിട്ട് ടൈം കിട്ടിയില്ലെന്നേ ഉള്ളൂ. മാത്സിന് ടൈം കിട്ടിയില്ലേ? മാത്സ് മിക്ക ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതുണ്ടായിരുന്നു, പിന്നെ പാടായിട്ടുള്ളതും ഉണ്ടായിരുന്നു. ഡ്രോയിങ്ങിന് കുറച്ച് കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ചെയ്തിട്ട് ഞാൻ ഡ്രോയിങ്ങിലോട്ടാ പോയത്. കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് പറ്റിയോണ്ട് ഡ്രോയിങ് ഒരെണ്ണം വലിയായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടാ മാത്സിലോട്ട് പോയത്. വലിയ ടൈം കിട്ടിയില്ല, പക്ഷെ പറ്റുന്നത്രയും മാത്സ് ചെയ്തു. സെഷൻ 1 എഴുതിയായിരുന്നോ? സെക്ഷൻ 1 BR എഴുതിയായിരുന്നു. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രോയിങ് ഈ പ്രാവശ്യം ഇച്ചിരി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ മാത്സും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഇച്ചിരി കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഒരു പേരെങ്ങനെയാടാ? പ്രണവ്. സ്ഥലം എവിടെയാ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ ഡ്രോയിങ്ങിന് ഇത്തിരി ടൈം പോയി. അപ്പം അത് മാത്സ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടിയായിരുന്നു. ഒരു 10 എണ്ണൊക്കെ ചെയ്യാൻ പറ്റി. നമ്മുടെ മോഡൽ എക്സാംസിന് വന്ന അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നോ? ഏകദേശം അതേപോലെ തന്നെയായിരുന്നു. സെഷൻ 1 എഴുതിയായിരുന്നോ? സെഷൻ എഴുതിയില്ലായിരുന്നു. അപ്പം ഓക്കെ. അപ്പം നന്നായിട്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് എളുപ്പമായിരുന്നു. അവൻ്റെ പേരെങ്ങനെയാടാ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ല കുഴപ്പമില്ല. ആപ്റ്റിറ്റ്യൂഡ് വല്ല കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഡ്രോയിങ്ങിന് സമയം കിട്ടിയില്ല. മാത്സിന് സമയം കിട്ടിയായിരുന്നോ? ഡ്രോയിങ്ങിന് കുറെ സമയം കൊടുത്തപ്പോൾ മാത്സിനും രണ്ടാമത് ഡ്രോയിങ് ആണ് ചെയ്തത് അല്ലേ? അപ്പൊ അതുകൊണ്ട് എത്ര എഴുതാൻ പറ്റി? മാത്സ് ഒരു 5-6 എഴുതാൻ പറ്റിയുള്ളൂ. സെഷൻ 1 എഴുതിയായിരുന്നോ? അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇതിന് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ഒരു പേരെങ്ങനെയാടാ? അതുൽ. സ്ഥലം എവിടെയാ? പാലക്കാട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം എളുപ്പമായിരുന്നു. ടൈം കൺസ്ട്രെയിൻ ആയിരുന്നു. ഡ്രോയിങ് ആയിരുന്നോ ടൈം കൂടുതൽ എടുത്തത്? അല്ല, ഞാൻ ആദ്യം മാത്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം ബൗണ്ട് വെച്ചിട്ട് ചെയ്തായിരുന്നു. ഇനി ഡ്രോയിങ്ങിന് കുറച്ച് ടൈം വേണം, അധികം വേണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് ബേസ് ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ലെവൽ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ലെങ്ത് ആയിട്ടുള്ളതൊക്കെ ലാസ്റ്റിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. പക്ഷേ അത് ചെയ്യാൻ വല്ലാണ്ട് സമയമില്ല. ബാക്കി ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ എളുപ്പമായിരുന്നു. ഡ്രോയിങ്ങും അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. അപ്പോൾ മാത്സ് ആദ്യം എളുപ്പമുള്ളതെല്ലാം അത്യാവശ്യം ആദ്യം ചെയ്തു. എളുപ്പമുള്ള മോഡറേറ്റും ചെയ്തു. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുഴപ്പമില്ല. സെഷൻ 1 എഴുതിയായിരുന്നോ? എഴുതിയിട്ടില്ല. മോനെ പേരെങ്ങനെയാടാ? എങ്ങനെയാണ് എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഡ്രോയിങ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? ഡ്രോയിങ്ങിന് കുറച്ച് സമയം കിട്ടിയില്ല. മാത്സ് ഞാൻ മാത്സ് എഴുതിയില്ല. ഓക്കെ. സെഷൻ 1 എഴുതിയായിരുന്നോ? സെക്ഷൻ 1 എഴുതി. മോനെ പേരെങ്ങനെയാ? സിദ്ധാർത്ഥ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. മാത്സ് JEEയുടെ അത്ര ടഫില്ലായിരുന്നു. സിമ്പിൾ ആയിരുന്നു അല്ലേ? പിന്നെ ആദ്യം ഞാൻ ചെയ്ത മാത്സും പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ചെയ്തു, പിന്നെ ഇച്ചിരി സമയം ഡ്രോയിങ്. മാത്സ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ് കുഴപ്പമില്ലായിരുന്നു. ഒരെണ്ണം പോർട്രേറ്റും ഒരെണ്ണം പിന്നെ മെമ്മറി ബേസ്ഡ് ആയിരുന്നു. നമ്മുടെ സെന്റർ ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റാഫ് ഒക്കെ ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയോ. മോളെ പേരെങ്ങനെയാ? ശ്രീയ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. മാത്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സമയം കിട്ടിയായിരുന്നോ? ഡ്രോയിങ് എല്ലാം കിട്ടി. ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഡ്രോയിങ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗേറ്റും വേറെ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. സെഷൻ 1 എഴുതിയായിരുന്നോ? എങ്ങനെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഇതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ അല്ലേ? ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തു. അപ്പം അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. മോളെ പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? വയനാട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. മാത്സ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. സെഷൻ 1 എഴുതിയായിരുന്നോ? അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ്ങും കുഴപ്പമില്ലായിരുന്നു. ടൈം വെച്ചിട്ട്. ആപ്റ്റിറ്റ്യൂഡോ? ആപ്റ്റിറ്റ്യൂഡ് കുറെ ഫാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ചൊക്കെ മിററിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. മോളെ പേരെങ്ങനെയാ?
എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നു. മാത്സ് ഒക്കെ നന്നായിട്ട് ചെയ്തോ? ഡ്രോയിങ് എങ്ങനെ സമയമൊക്കെ തികഞ്ഞോ? രണ്ടാമത്തെ ഡ്രോയിങ്ങിന് കുറച്ച് സമയം സമയം മറ്റേ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. കുഴപ്പമില്ല, നന്നായിട്ട് എഴുതാൻ പറ്റും. മോളെ പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? മലപ്പുറം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഡ്രോയിങ് ടൈം കൺസ്യൂമിങ് ആണ്. കമ്പയർ ടു ഫസ്റ്റ് സെക്ഷൻ ഡ്രോയിങ് കുറച്ചും കൂടി ഹാർഡ് ആയിരുന്നു. മാത്സും ആപ്റ്റിറ്റ്യൂഡും ഫസ്റ്റ് സെക്ഷനെ വെച്ചിട്ട് നോക്കുമ്പോൾ സെക്കൻഡ് സെക്ഷൻ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മാത്സും ആപ്റ്റിറ്റ്യൂഡും ആണ്. പക്ഷേ ഡ്രോയിങ് അത്യാവശ്യം നല്ല രീതിക്ക് ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് സെക്ഷന്റെ ഡ്രോയിങ് ആണ് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ആപ്റ്റിറ്റ്യൂഡും മാത്സും നമ്മുടെ സെക്കൻഡ് സെക്ഷനിലായിരുന്നു. സെക്കൻഡ് സെക്ഷൻ ആണ് ഫസ്റ്റ് സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം പാടായിട്ടാണ്. പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മാത്സ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡും വലിയ സീനില്ലായിരുന്നു. ഡ്രോയിങ് സെക്കൻഡ് സമയം കിട്ടിയില്ല. മോളെ പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? കോട്ടയം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഡ്രോയിങ് രണ്ടാമത്തെ ചെയ്യാൻ പറ്റിയില്ല. മാത്സ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആപ്റ്റിറ്റ്യൂഡും കുഴപ്പമില്ല. ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. മോളെ പേരെങ്ങനെയാ? അഞ്ജലി. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ഡ്രോയിങ്സ് പിന്നെ കോപ്പി ചെയ്ത് വരയ്ക്കാനൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വലിയ സമയമൊക്കെ കിട്ടിയായിരുന്നോ? സമയം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും. മാത്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? മാത്സ് കുറെയൊക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് ഈസി ആയിട്ടുള്ളത്. ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് യൂസിയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു. നമ്മുടെ മോഡൽ എക്സാംസിൽ ഇട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു? മോഡൽ എക്സാംസ് ഏകദേശം ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു അല്ലേ വന്നത്? മോളെ പേരെങ്ങനെയാ? കാർത്തിക. സ്ഥലം എവിടെയാ? കോഴിക്കോട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സ് ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെഷൻ എഴുതിയായിരുന്നോ? ഇല്ല ശരി. ടൈം ഒക്കെ കിട്ടിയായിരുന്നോ? ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? കുറച്ച് കുറവായിരുന്നു, കുഴപ്പമില്ല. ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അല്ലേ? കോൺഫിഡന്റ് ആണ് അല്ലേ? മോളെ പേരെങ്ങനെയാ? പാർവതി. സ്ഥലം എവിടെയാ? കോഴിക്കോട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആവറേജ്. ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? ലാസ്റ്റിലെ ഡ്രോയിങ്ങിന് ടൈം കിട്ടിയില്ല. ഫസ്റ്റിലെ അത് നന്നായിട്ട് ചെയ്തു. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ ജെയ്മീന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടായിരുന്നോ? അത് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു വന്നിരുന്നത്? അല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടെ ഈസി ആയിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ നോക്കി പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ട് അത്യാവശ്യം മാത്സ് ഒക്കെ എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ. മോളെ പേരെങ്ങനെയാ? എന്റെ പേര് ഹയ. സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം കോട്ടയം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും മാത്സും ഫസ്റ്റ് സെഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു അല്ലേ? ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ് കുറച്ചുകൂടെ സമയം കിട്ടിയ പോലെ തോന്നിയായിരുന്നു. ഡ്രോയിങ് ടൈം കുറവായിരുന്നു അല്ലേ? ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിട്ട്. അപ്പൊ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു. എനിക്ക് ഈസി ആയിരുന്നു. ഓക്കെ. അപ്പൊ അതിലും കൂടിയ പെർസെന്റേജ് ഉറപ്പായിട്ടും കിട്ടും അല്ലേ? അതെ, പ്രതീക്ഷിക്കുന്നു. മോളെ പേരെങ്ങനെയാ? ഫാഹിമ. സ്ഥലം എവിടെയാ? തൃശ്ശൂര്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം മാത്സ് കുറച്ച് ടഫായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നല്ലതായിരുന്നു. ഡ്രോയിങ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ടൈം കിട്ടി. ഫസ്റ്റ് സെഷനേക്കാളും ടൈം കിട്ടി. അപ്പൊ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? നമ്മുടെ മോഡൽ എക്സാംസിനൊക്കെ വന്ന അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നോ മാത്സ് ഒക്കെ വന്നിരുന്നത്? എങ്ങനെയാണ് നമ്മുടെ സെന്റർ? നല്ല സ്റ്റാഫ് ഒക്കെ ഫ്രണ്ട്ലി ആണോ? മോനെ പേരെങ്ങനെയാ? അമിത്. സ്ഥലം എവിടെയാ? സ്ഥലം പാലക്കാട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല. ആപ്റ്റിറ്റ്യൂഡൊക്കെ നല്ല ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറേ ചെയ്യാൻ പറ്റുന്നതൊക്കെ. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ജെഇ ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കമ്മിയാണ്. പക്ഷേ ടൈം നമ്മൾ ഡ്രോയിങ്ങിനും ഇതും കൂടെ നോക്കുമ്പോൾ ഡ്രോയിങ്ങിന് ടൈം കിട്ടിയായിരുന്നോ? ഡ്രോയിങ് ഇന്ത്യ ഗേറ്റ് ആണ് പിക്ചർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് ഒരു ട്രീ ഇറക്കിയതായിരിക്കും. അപ്പോൾ ആ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് പോകാം. കുഴപ്പമില്ലായിരുന്നു, മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ പേരെങ്ങനെയാ? മിസ്വർ അലി. സ്ഥലം കണ്ണൂരാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം വാസ് ഗുഡ്. എനിക്ക് തോന്നുന്നു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാത്സ് ഒരു ജെഇമെയിൻസ് ലെവലായിരുന്നു. പിന്നെ ഡ്രോയിങ്ങിനാണ് ടൈം ഇച്ചിരി കൂടി എടുത്തിട്ടുള്ളത്. ഡ്രോയിങ്ങിന് കുറച്ച് ടൈം കൂടുതൽ എടുത്തല്ലേ? മാത്സ് എഴുതാൻ പറ്റി? മാത്സ് അത്യാവശ്യം ചെയ്യാൻ പറ്റി, എന്നാലും നമുക്ക് ഒരു ടൈം കൺസംഷന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ പേപ്പർ ഈസി ആയിരുന്നു അല്ലേ? മൊത്തത്തിൽ നോക്കുമ്പോൾ പേപ്പർ ഒരു നോർമൽ പേപ്പർ ആയിരുന്നു. ഡ്രോയിങ് ആണ് ഇച്ചിരി നമുക്ക് ടൈം വന്നത്. പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? സ്ഥലം കാസർഗോഡ്. എങ്ങനെയാണ് എക്സാം? എക്സാം ഒരു മോഡറേറ്റ് എക്സാം, എന്നാലും ജനുവരിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫസ്റ്റ് സെഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ? ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? ഡ്രോയിങ്ങിനാണ് കുറച്ച് ടൈം പ്രശ്നം വന്നല്ലേ? മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. ഫോണിക്സ്, പിന്നെ ഏരിയ, സ്റ്റാറ്റി, അതിൽ നല്ല ഡൊമിനേറ്റ് ആക്കിയ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ജെഇമെയിൻ പേപ്പർ 1ന്റെ
ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടായിരുന്നോ? അതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നോ ഒന്ന്? അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മാത്സ് എളുപ്പമായിരുന്നു അല്ലേ? മോനെ പേരെങ്ങനെയാ? സ്ഥലം എവിടെയാ? കോഴിക്കോട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, നല്ല ഈസി എക്സാം ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങിന് കുഴപ്പമില്ലാത്ത സമയം കിട്ടിക്ക്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെഷൻ 1 എഴുതിയായിരുന്നോ? സെഷൻ 1 എഴുതിയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? കുറച്ചും കൂടി ഈസിയർ ആയിട്ട് തോന്നുന്നു സെഷൻ 2. മാത്സിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? മാത്സിന് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് എന്നാലും എളുപ്പമായിരുന്നു. ഫാക്റ്റ് ആയിരുന്നോ കൂടുതലും വന്നിരുന്നത്? ആപ്റ്റിറ്റ്യൂഡിൽ ഫാക്ട്സ് ആയിരുന്നു. ഫാക്ട്സ് ആയിരുന്നു അല്ലേ? മൊത്തത്തിൽ ഫസ്റ്റ് സെഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആണല്ലേ? നമ്മളെ പേരെങ്ങനെയാ? പേര് ദേവിക, സ്ഥലം എവിടെയാ? കണ്ണൂർ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? ആദ്യം തന്നെ ഡ്രോയിങ് ലാസ്റ്റാണ് ചെയ്തത്, അതുകൊണ്ട് ലാസ്റ്റ് കംപ്ലീറ്റ്ലി വരച്ചു. മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് എളുപ്പമായിരുന്നു, ചെയ്യാൻ പറ്റും. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ജെയ്മീന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടായിരുന്നോ? അതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നോ? മാത്സ് കുറച്ചും കൂടി ജെയിനെക്കാട്ടി എളുപ്പമായിട്ട് എഴുതാൻ പറ്റി അല്ലേ? അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. നമ്മളെ പേരെങ്ങനെയാ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം സെഷൻ 1 വെച്ച് നോക്കുമ്പോൾ ഇത് ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു അല്ലേ? അപ്പൊ ഡ്രോയിങ്ങിനൊക്കെ ടൈം കിട്ടിയായിരുന്നോ? ടൈം കിട്ടിയിരുന്നു, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ടൈമിനേക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ആപ്റ്റിറ്റ്യൂഡും ഈസി ആയിരുന്നു. നമ്മുടെ സെന്റർ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാഫ് ഒക്കെ ഫ്രണ്ട്ലി ആയിരുന്നോ? നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അവര് വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം സെന്ററിൽ എത്താനും വേഗം എളുപ്പത്തിൽ പറ്റിയ. നമ്മളെ പേരെങ്ങനെയാ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, നന്നായിട്ട് എഴുതാൻ പറ്റി. ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രോയിങ് കുഴപ്പമില്ലായിരുന്നു, കഴിഞ്ഞതിനെക്കാട്ടിയും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഫസ്റ്റ് സെഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്സ് എളുപ്പമായിരുന്നു. നമ്മുടെ മോഡൽ എക്സാംസിനൊക്കെ വന്ന അതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നന്നായിരുന്നു. മാത്സ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റിയോ? ഡ്രോയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം കിട്ടിയായിരുന്നു? ടൈം കഴിഞ്ഞ സെഷനെക്കാളും കിട്ടി. അപ്പം സെഷൻ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.